CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് നമ്മോടൊപ്പമുള്ളത്. ഇന്നലെ അങ്ങ് ഒരു വിവാദ പ്രസ്താവന നടത്തിയിരുന്നു. കേരള കർഷക സംഘം നടത്തിയ വനംവകുപ്പ് ഓഫീസിലേക്കുള്ള മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു അങ്ങ് ആ പ്രസ്താവന നടത്തിയത്. ഇന്നിപ്പോൾ BJP നേതൃത്വം പറയുന്നത് ജില്ലാ പോലീസ് മേധാവിക്ക് ആ പ്രസ്താവനയിൽ പരാതി നൽകുമെന്നാണ്. അതിൽ വിവാദമൊന്നുമില്ല. നമ്മുടെ ജില്ലയിലെ ആളുകൾക്ക് ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ അതുകൊണ്ട് 12ഓളം വരുന്ന പഞ്ചായത്തുകൾ ആന, കടുവ, പുലി ഇതെല്ലാം ഇറങ്ങി നാട്ടിലിറങ്ങിയ ആളുകളെ കൊല്ലുകയാണ്. ബാക്കിയുള്ള പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തുകളടക്കം ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും പന്നി പെറ്റ് വരികയും ഒരു കൃഷിയും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. ചേമ്പ് കൃഷി ചെയ്താൽ ആ ചേമ്പ് മുഴുവൻ മാന്തിക്കളയാണ്. ചേന കൃഷി ചെയ്യാൻ പറ്റത്തില്ല, കാച്ചിൽ ചെയ്യാൻ പറ്റത്തില്ല. നെല്ല് വിളഞ്ഞു കിടക്കുമ്പോഴാണ് അത് മുഴുവൻ ചവിട്ടി മെതിച്ച് കളയുകയാണ്. കൃഷിക്കാരൻ മുഴുവൻ അവരുടെ ദുഃഖങ്ങളും വേദനകളും വലുതാണ്. ഈ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് ഗവൺമെൻറ് ആവശ്യപ്പെട്ടപ്പം അത് കേന്ദ്രം നിഷേധിക്കുകയാണ് ചെയ്തത്. സംസ്ഥാന ഗവൺമെൻറ് അതിനുള്ള യാതൊരു അവകാശവുമില്ല. അതിലെ RSSൻ്റെ ശക്തമായ എതിർപ്പാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാത്ത. RSS ആണ് അതിന് വേണ്ടി. RSSൻ്റെ ചില വിശ്വാസ പ്രമാണങ്ങളൊക്കെയാണ്. അവർ പറയുന്നത് വരാഹമെന്ന് പറയുന്നതാണല്ലോ പന്നി. വരാഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അവതാരമാണ്, വിഷ്ണുവിൻ്റെ അവതാരമാണ്. അതുകൊണ്ട് പന്നിയെ കൊല്ലാൻ പാടില്ല എന്നുള്ള ഒരു വാദഗതിയാണ് അവരുന്നയിക്കുന്നത്. അതുകൊണ്ട് ഈ പന്നിയെ അതിനെ കൊല്ലുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഈ വനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മൃഗങ്ങൾ അതിൻ്റെ കണക്കെടുക്കണം. ആ കണക്ക് എടുത്തിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ഈ വനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വന്യമൃഗങ്ങളെയെല്ലാം വെടിവെച്ച് കൊല്ലാൻ ഗവൺമെൻറ് മുൻകൈ എടുക്കണം. മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും പ്രശ്നം. മൃഗങ്ങൾ വനത്തിൽ താമസിക്കട്ടെ, ഇത് നാട്ടിൽ മനുഷ്യന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അതിനെ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെയാണ് മൃഗങ്ങളെ കൊല്ലാതിരിക്കുന്നത്. അത് ശരിയല്ല എന്ന രീതിയിലാണ് പറഞ്ഞത്. ഇന്നലത്തെ ആ ഒരു പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞത് ചൈനക്കാർ പാമ്പിനെ തിന്നുന്നു, പക്ഷേ നമ്മുടെ രാജ്യത്ത് പാമ്പിനെ ആരാധിക്കുന്നു എന്നാണ്. ചൈനയിലെ ആളുകൾ ചൈനയിലെ ഭാഗങ്ങളിൽ പാമ്പിനെ ഒരു ഭക്ഷിക്കുന്നുണ്ട്. നാഗാലാൻഡുകാർ പട്ടിയെ കഴിക്കുന്നുണ്ട്. ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പാമ്പെന്ന് പറയുന്നത് അതിന് തലച്ചോറെന്നുള്ളതല്ല. അതിന് പാലും കൊണ്ട് ചെന്നാലും അത് കടിക്കും. അതിനെങ്ങനെ പാമ്പിനെങ്ങനെ നമുക്ക് ആരാധിക്കാൻ കഴിയുന്നു? അതിന് വല്ല തിരിച്ചറിവുണ്ടോ? അങ്ങ് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. വിവിധ മതങ്ങളിലുള്ളവർ CPM പ്രവർത്തകരായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് മതവിശ്വാസത്തിന് എതിരായിട്ട് മാറില്ലേ? ഏത് മതത്തിനാണ് അത്? പിന്നെ പന്നിയെ കൊല്ലണമെന്ന് പറയുന്നത് ഏത് മതത്തെയാണ് ബാധിക്കുന്നത്? എല്ലാ മതത്തിൻ്റെ പേര് പറഞ്ഞാൽ മതിയോ? ഏറ്റവും പ്രധാനപ്പെട്ടത് മതങ്ങൾ മനുഷ്യൻ്റെ നന്മയല്ലേ കാണുന്നത്? മനുഷ്യ സ്നേഹമല്ലേ മതങ്ങൾ പ്രചരിപ്പിക്കുന്നത്? ഇവിടെ മനുഷ്യൻ ആയിരക്കണക്കിന് കൃഷിക്കാരൻ അവൻ്റെ കണ്ണീര് കാണാൻ മതങ്ങൾക്ക് കാണണ്ടേ? പാമ്പിനെ പറ്റി പറഞ്ഞതും കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പാമ്പെന്ന് പറഞ്ഞില്ലേ? പാമ്പിനെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെ നമുക്ക് ആരാധിക്കാനൊന്നും കഴിയത്തില്ല. അത് പറഞ്ഞില്ലേ, അതിന് യാതൊരു തിരിച്ചറിവുള്ള ജീവിയല്ല. പാമ്പിനെ ആരാധിക്കരുത് എന്ന് തന്നെയാണോ അങ്ങ് പറയുന്നത്? പാമ്പിനെയും പല്ലിയൊക്കെയാണോ നമ്മൾ ആരാധിക്കുന്നത്? അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ആദിമ മനുഷ്യർ പ്രകൃതിയൊക്കെ ആരാധിച്ചിരുന്ന കാലത്ത് അവർ പാമ്പിനെയും എല്ലാം ആരാധിച്ച് പോത്തിരുന്നു. അത് ഈ പരിഷ്കൃത സമൂഹത്തിൽ നമുക്കത് കഴിയുമോ? പാമ്പിനെ ആരാധിക്കാൻ കഴിയുമോ? പിന്നെ പാമ്പിനെ കൊണ്ടുവന്ന് വളർത്തട്ടെ, ഇത്രയുള്ള വീട്ടിൽ. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി തന്നെ കേരളത്തിൽ പ്രഖ്യാപിക്കണമെന്നാണ് CPMൻ്റെ നിലപാട്, അങ്ങയുടെ നിലപാട്. അത് തന്നെ ഒന്ന് പ്രഖ്യാപിക്കണം. അപ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് CPIM വലിയ പ്രക്ഷോഭത്തിലാണ്. പ്രത്യേകിച്ചും വനംവകുപ്പിനെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്കാണ് CPIM ജില്ലാ നേതൃത്വം പോയിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കുമോ? വനം വകുപ്പ് എന്ന് പറയുന്നത് ഇത് വനം വന്യജീവി നിയമമെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്.
അത് ഭേദഗതി ചെയ്യേണ്ട കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് യാതൊരു കാര്യമില്ല. വന്യജീവി ആക്ട് 1972 അത് ഏതാണ്ട് അരനൂറ്റാണ്ട് കഴിഞ്ഞാണ്. അത് ഭേദഗതി ചെയ്യണം. ഇത് മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇവിടെ മനസ്സിലായി, മനുഷ്യരെ പട്ടിയെ കൊല്ലാൻ പറ്റത്തില്ല. വീടുകളിൽ നിന്ന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? ആ കുഞ്ഞുങ്ങൾ തിരിച്ചു വരുന്ന പട്ടി കടിക്കത്തില്ലെന്ന് എന്താ ഉറപ്പുള്ളത്? എല്ലാ ജംഗ്ഷനിലും കൂട്ടം കൂട്ടമായിട്ടല്ലേ പട്ടികൾ കിടക്കുന്നത്? ഇതെല്ലാം നമ്മൾ ഒരു ആധുനിക സമൂഹം ഇതെല്ലാം വളരെ ഗൗരവമായി ആലോചിക്കേണ്ട പ്രശ്നമാണ്. ലോകത്ത് ഇങ്ങനെയുള്ള വികൃതത്തരം കാണിക്കുന്ന ആളുകൾ വേറെ എവിടെയുണ്ട്? കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി തന്നെ പ്രഖ്യാപിക്കണമെന്നാണ് പത്തനംതിട്ട CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറയുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. കേരള കർഷക സംഘം കോന്നി വനംവകുപ്പ് ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ സമരത്തിനിടെയായിരുന്നു അദ്ദേഹം വിവാദ പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു. ആ പ്രസ്താവനയിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് KP ഉദയഭാനു ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.